إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ثم أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوة المؤمنون أوصيكم بتقوى الله أعوذ بالله من الشيطان الرجيم وسارعوا إلى مغفرة من ربكم وجنة عرضها السماوات والأرض أعدت للمتقين الذين ينفقون في السراء والضراء والكاظمين الغيظ والعافين عن الناس والله يحب المحسنين. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, തഖ്വ ഉള്ളവരായി ജീവിക്കണേ എന്ന് വസിയ്യത്ത് ചെയ്തു. നമുക്കറിയാം, പരിശുദ്ധ ഖുർആനിന്റെ നോമ്പിനെ സംബന്ധിച്ചുള്ള പരാമർശങ്ങളിൽ നോമ്പിൻ്റെതായ ഒരൊറ്റ ലക്ഷ്യം മാത്രമാണ് ഖുർആൻ പറഞ്ഞത്. അത് ലഅല്ലക്കും തത്തഖൂൻ എന്നതാണ്. നിങ്ങൾക്ക് തഖ്വ ഉണ്ടാകാൻ വേണ്ടിയാണ്. തഖ്വ ഉണ്ടാവണം. മൊത്തത്തിലെ എല്ലാ ഇബാദത്തും അതിനാണ്, തഖ്വ ഉണ്ടാവാനാണ്. ഹജ്ജ് തഖ്വക്ക് വേണ്ടിയിട്ടാണ്. ഹജ്ജിന് പോകുമ്പോൾ എന്ത് മറന്നാലും തഖ്വ മറക്കരുതേ എന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. തസവ്വദു ഫഇന്ന ഖൈറ സാദി തഖ്വ, ഏറ്റവും നല്ല പാഥേയം, ഭക്ഷണപ്പൊതി തഖ്വയാണ് എന്ന് ഓർക്കണം എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ബലികർമ്മം, യനാലല്ലാഹ ലുഹൂമുഹാ വലാ ദിമാഉഹാ, അതിന്റെ മാംസവും രക്തമൊന്നും അല്ലാഹുവിന്റെ അടുത്തേക്ക് എത്തുന്നില്ല. വലാകിൻ യനാലുഹു തഖ്വ മിൻകും, നിങ്ങളുടെ തഖ്വയാണ് എത്തുന്നത്. തഖ്വ എന്ന് പറഞ്ഞാൽ ഒരു ഗൗരവമുള്ള വിഷയമാണ് ഇസ്ലാമിൽ. നമ്മളത് ഇഷ്ടംപോലെ കേട്ടതാണ്. ഖുർആൻ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ തഖ്വയും സ്വർഗവുമായിട്ടാണ് ബന്ധം കൂടുതൽ കാണുന്നത്. ഒരാൾ മുത്തഖിയാണോ സ്വർഗമുണ്ട്, കാഫിറാണോ സ്വർഗമില്ല. മുത്തഖീങ്ങളെ പറ്റി അല്ലാഹ് പറഞ്ഞത് വസീഖല്ലദീന തഖൗ ഇലൽ ജന്നത്തി സുമറ, മുത്തഖീങ്ങളെ സ്വർഗത്തിലേക്ക് കൂട്ടം കൂട്ടമായി കൊണ്ടുപോകുന്നു എന്നതാണ്. മറ്റൊന്ന് ഓപ്പോസിറ്റ് പറഞ്ഞത് വസീഖല്ലദീന കഫറു ഇലാ ജഹന്നമ സുമറ, കാഫിറുകളെ കൂട്ടം കൂട്ടമായിട്ട് കൊണ്ടുപോകും നരകത്തിലേക്ക്. അപ്പൊ നരകം, മുത്തഖിന്റെ ഓപ്പോസിറ്റിന് നരകം, മുത്തഖിങ്ങൾക്ക് സ്വർഗം എന്ന് ഒരുപാട് സ്ഥലത്ത് അങ്ങനെ. ഇന്നലിൽ മുത്തഖീന ഇൻദ റബ്ബിഹിം ജന്നാത്തിൻ നഈം, മുത്തഖീങ്ങൾക്ക് റബ്ബിന്റെ അടുത്ത് സ്വർഗത്തോപ്പുണ്ട്. ഇന്നൽ മുത്തഖീന ഫീ മഖാമിൻ അമീൻ, മുത്തഖീങ്ങൾ വിശ്വസ്തമായ ഒരു സ്ഥലത്താണ് സ്വർഗത്തില്. ഇന്നലിൽ മുത്തഖീന മഫാസ, മുത്തഖീങ്ങൾക്ക് വിജയമുണ്ട്. മസലുൽ ജന്നത്തില്ലത്തി ഉഇദൽ മുത്തഖൂൻ, മുത്തഖീങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗം, സ്വർഗത്തെ പറ്റി പറഞ്ഞപ്പോഴേ ഒക്കെ ഒരു മുത്തഖി റിലേറ്റഡ് സ്വർഗമാണ് നടത്തുന്നത്. ഇന്നൽ മുത്തഖീന ഫീ ജന്നാത്തിൻ വനഹർ, ഒക്കെ അങ്ങനെയാണ്. ഖുർആനിൽ പറഞ്ഞിടത്തൊക്കെ സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ അനിവാര്യമായ ഒരു കാര്യം തഖ്വയാണ്.
അതല്ല, മുത്തഖി മാത്രമേ സ്വർഗത്തിൽ പോകുള്ളൂ എന്നതാണ്. അത് ആളുകളെ ബോധ്യപ്പെടുത്തും. അതിനാണ് നബി തങ്ങൾ വെള്ളിയാഴ്ച ഖുതുബയില്, ഞാൻ ഈ പറഞ്ഞതിന് ഖുതുബത്തുൽ ഹാജ എന്നാണ് പറയുക. അതെല്ലാരും പഠിച്ചു, നിർബന്ധമാണ്, എല്ലാവരും അത് പഠിച്ചു. ഇത് അൽഹംദുലില്ലാ നഹ്മദുഹു വനസ്തഈനുഹു മുതൽ തുടങ്ങിയിട്ട് അതിൽ ഓതുന്ന 3 ആയത്ത്, എന്നിട്ട് ഊസീക്കും ബിത്തഖ്വല്ലാഹ്. അത് മാത്രം പറഞ്ഞിട്ട് ഞാൻ ഈ മിമ്പറുമെന്ന് ഇറങ്ങിയിട്ട് എനിക്ക് ജുമുഅ നിസ്കരിക്കാം, നമുക്കൊക്കെ നിസ്കരിക്കാം. അത് പ്രത്യേകം പറയാൻ കാരണം, ഒരു ഇമാമിനൊരു ദിവസം വരാൻ പറ്റിയില്ല, ഒരു ഖത്തീബിനൊരു ദിവസം വരാൻ പറ്റിയില്ല, എങ്കിലാരും ബേജാറാവേണ്ടതില്ല എന്ന് പറയാനും കൂടിയാണ്. ഇത് മാത്രം ചൊല്ലിയാൽ, എന്നിട്ട് ഊസീക്കും ബിത്തഖ്വല്ലാഹ് എന്ന് പറഞ്ഞാൽ ഖുതുബ പരിപൂർണമായി. പിന്നെ കുറച്ച് ജനങ്ങളെ ഉപദേശിക്കുക, ഒഴിവും സമയമൊക്കെ ഉണ്ടെങ്കിൽ ജനങ്ങളെ ഉപദേശിക്കുന്നതാണ് നമ്മൾ പിന്നീട് മലയാളത്തിൽ അതൊന്ന് പറഞ്ഞ് പിന്നെ ഖുർആൻ ഓതി അതിന്റെ അർത്ഥം പറഞ്ഞ് ഖുതുബ നിർവഹിക്കുന്നത്. അപ്പോൾ ബേജാറാകൊന്നും വേണ്ട. ഒരു ഇമാമ് വന്നില്ലാച്ചിട്ട് ജുമാ മുടക്കി ഒരുപാട് സ്ഥലമുണ്ട്, സംഭവങ്ങൾ, പള്ളികളൊക്കെ. ആരും ഒന്നും ചെയ്യണ്ട, ഇത് പഠിച്ചാൽ മതി. അപ്പൊ ഇതിലുള്ളത് അതാണ് അൽഹംദുലില്ലാ നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി എന്ന് തുടങ്ങിയിട്ട് പിന്നെ ഒരു 3 ആയത്താണ്. അതൊന്ന് യാ അയ്യുഹന്നാസു ഇത്തഖൂ റബ്ബക്കും, സൂറത്ത് നിസാഇന്റെ തുടക്കത്തിലുള്ള ആയത്ത്. അതിൽ 2 വട്ടം പറഞ്ഞതും നിങ്ങൾ അല്ലാഹനെ സൂക്ഷിക്കണം എന്നാണ്. 2 തഖ്വയാണ് അതിൽ പറഞ്ഞത്. പിന്നെ ആലി ഇംറാനിലെ ആയത്ത് ഇത്തഖുല്ലാഹ ഹഖ തുഖാതിഹി, പിന്നെ അഹ്സാബിൽ ആയത്ത് ഇത്തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദ. അപ്പൊ ഖുതുബയുടെ മുമ്പ് അറബികളോട് നിബിതങ്ങൾക്ക് ആ കാലഘട്ടത്തിലും ഈ കാലഘട്ടത്തിലും സമൂഹത്തോട് പറയാനുള്ളത്, മുഅ്മിനീങ്ങളോട് പറയാനുള്ളത്, നിങ്ങളെ സ്വർഗം നഷ്ടപ്പെടുത്തരുത്, നിങ്ങൾക്ക് തഖ്വയുണ്ടാവണം എന്നാണ്. അതുകൊണ്ടാണ് ഖുതുബത്തുൽ ഹാജയിൽ തന്നെ 3 സ്ഥലത്ത് 4 തഖ്വ വന്നത് നടത്തുന്നത്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. അതിന്റെ പുറമെ ഊസീക്കും ബിത്തഖ്വല്ലാഹ് എന്ന് പറയലും നിർബന്ധമാണ്, എങ്കിലേ ഖുതുബ ശരിയാവുള്ളൂ എന്നാണ്. അത് പറയാതെ ഖുതുബ നിർവഹിച്ചാൽ അത് അറബി തന്നെ പറഞ്ഞു. എന്തിനാണെന്നറിയോ? അത് തഖ്വന്റെ ഒരു ഭാഗമായിട്ടാണ്. അതിന്റെ അർത്ഥമാണ് നിങ്ങൾ അല്ലാഹനെ സൂക്ഷിച്ച് ജീവിക്കണം എന്ന് പറയുന്നതിന്റെ അർത്ഥം, അല്ലെങ്കിൽ തഖ്വ ഉള്ളവരായി ജീവിക്കണം എന്നർത്ഥം. ആലോചിക്കൂ, ഒരു ഖുതുബയിൽ, അതാണ് ഖുതുബ, അത് മതി ഖുതുബ. ആ ഒരു ഖുതുബയിൽ തന്നെ ഈ 3 ആയത്തിൽ 4 തഖ്വ പ്ലസ് നിങ്ങൾ തഖ്വയുള്ളവരാവണം എന്നും പറഞ്ഞിട്ടുണ്ട്. നോമ്പ് നോറ്റാലും ഹജ്ജ് ചെയ്താലും ഒക്കെ നിങ്ങളുടെ തഖ്വയാണ് സ്വീകരിക്കുന്നത്. എന്താണ് തഖ്വ? നമ്മളൊക്കെ വിചാരിച്ചത് വിലയിരുത്തല്, ഒരാളെ കാണുമ്പോൾ പറയും നല്ലൊരു മുത്തഖയായ മനുഷ്യനാണ് കണ്ടാലേ. നമ്മളിപ്പോ എന്തെങ്കിലും നോക്കി അദ്ദേഹത്തിന്റെ താടിയും തലേ കെട്ടും, തുണിയും കുപ്പായും ചേലും കോലൊക്കെ നോക്കിയിട്ട് പറയാം നല്ലൊരു മുത്തഖയാണ്. അങ്ങനെ കുറെ ആൾക്കാർ ഇപ്പോഴും കടം കിട്ടാനൊക്കെ ഉണ്ടാവും, കാശ് കുടുങ്ങിയിട്ട്. മഹാന്മാരാരും അങ്ങനെ ഒരു മുത്തഖിയെ പരിചയപ്പെടുത്തിയിട്ടില്ല. ചുരുക്കി പറഞ്ഞാൽ, ഞാൻ പറയലുണ്ട്, പ്രത്യേകമായ വേഷം കെട്ടല് പോലും പാടില്ല എന്നാണ് മഹാന്മാരെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ഒരു കൂട്ടത്തില് ഒരറബി കുപ്പായും വേണ്ടെന്നല്ല, വാങ്ങിക്കോട്ടെ, കുഴപ്പമില്ല, ഒരറബി കുപ്പായും, ഒരു തലയെക്കെട്ടും, ഒരു പച്ചമുണ്ടും, അല്ലെങ്കിൽ വേറെന്തെങ്കിലുമൊക്കെ സംഗതി, എന്നിട്ടിങ്ങനെ ആരോടും മുണ്ടാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കഴിഞ്ഞാല് ഇപ്പം വലിയൊരു സംഭവമാക്കിയിട്ടാണ് നമ്മുടെ ആളുകളൊക്കെ കരുതുക. അങ്ങനെ കുടുങ്ങിപ്പോണവരുണ്ട്. ഓൻ ടി വിയിൽ അവിടെ ഉണ്ട് ചെല്ലിന് ഇവിടെ പാത്രം വെക്കണേ പെണ്ണുങ്ങൾ വരെയുണ്ട്. ഏത് കൂട്ടത്തിലും അങ്ങനെയാണ്. അത് ചൂഷണമാണ്, പൗരോഹിത്യം. മഹാന്മാര് പറഞ്ഞത് നമ്മുടെ നാട്ടിലെ വസ്ത്രധാരണ രീതി മതി, അത് വഷളാകാത്ത കരുതിയിട്ട് ട്രൗസർ ഇട്ട് കിടക്കുന്നത്. മൊത്തം മനുഷ്യന്മാർ ഇപ്പൊ ട്രൗസർ ഇട്ട് കിടക്കുന്നത്, നടക്കാൻ പോകണ അതൊക്കെ നമുക്ക് മറ്റൊരു വന്നപ്പോ അവിടുന്ന് അവരിന്ന് കിട്ടിയ കൾച്ചറായിരിക്കാം. അത് പാടില്ല, അവറത്തും മറക്കണം, അതില്ലാതെ പുറത്ത് കിടങ്ങാൻ പാടില്ല. മാന്യമായ വസ്ത്രം ധരിക്കണം. നിബിതങ്ങൾ അങ്ങനെയായിരുന്നു. നിബിതങ്ങളുടെ സദസ്സില് ദൂരെ നിന്ന് ആളുകൾ വരും, നിജറാനിൽ നിന്ന്,
ഷാമിൽ നിന്ന് ആളുകൾ വരുമ്പോ ചോദിക്കും, അയ്യൂക്കും മുഹമ്മദ്, ആരങ്ങളെ കൂട്ടത്തിൽ മുഹമ്മദ് ആരാ ചോദിക്കുന്നതാണ്. കാരണം തിരിച്ചറിയാൻ പ്രത്യേക അടയാളങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആ പറഞ്ഞത്. അവര് പ്രത്യേക വേഷം കെട്ടലല്ല എന്ന് ഗസാലി ഇമാമൊക്കെ പറഞ്ഞതുപോലെ വലിയ തഴമ്പ്, നിസ്കാരത്തഴമ്പ് ഉണ്ടായിട്ട് മുട്ടുങ്ങളോടുള്ള തുണി, അതുപോലെ തന്നെ കണ്ടം വെച്ച കീറിയ കുപ്പായം, ഇതൊന്നും കണ്ടിട്ടൊരു മനുഷ്യനെ വിലയിരുത്താൻ പാടില്ല. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിന്റെ അടുത്ത് ഒരാളെ കൊണ്ടുവരികയാണ്. സാക്ഷി നിൽക്കാൻ പറ്റിയ ഒരാളെ പിടിച്ചുകൊണ്ടിരാൻ പറഞ്ഞപ്പോ ഒരുത്തനെ പള്ളിക്കന്ന് പിടിച്ചുകൊടുത്താണ്. നല്ലൊരു മനുഷ്യനാണ്. കൊടുന്ന ആള് പറഞ്ഞു, ഇദ്ദേഹം വളരെ നല്ല മനുഷ്യനാണ്. ഉമർ ഖത്താബ് ചോദിച്ചു, ഇന്റർവ്യൂ ഉണ്ടാവുമല്ലോ, നീ ഇയാളെ കൂടെ യാത്ര ചെയ്തുക്കണോ? ഇല്ല. നീ ഇയാളെ കൂടെ സാമ്പത്തിക ഇടപാടല്ലോ ചെയ്തിട്ടുണ്ടോ? അതുമില്ല. ഇയാള് രാവിലെ പോകുന്നതും വൈകുന്നേരത്ത് വരുന്നതും ശരിക്കും നിനക്ക് അറിയോ? അതുമില്ല. പിന്നെ ഇയാളെ പള്ളിക്ക് കണ്ടോ? ആ പള്ളിക്ക് കണ്ടു. മുസാഫിർ തോന്നുന്നു കണ്ടു? മുസാഫിർ തോന്നുന്നു. മുസാഫിൽ ഇങ്ങനെ തല മുമ്പോട്ടും പിന്നോട്ടും ഇങ്ങനെ ആട്ടിയിട്ട് ഇങ്ങനെ തോന്നനെ കണ്ടു. അങ്ങനെ കണ്ടു. നബനെ പറ്റൂല, കൊണ്ടുപോയി അവിടുത്തെ എത്തിക്കുക. അങ്ങനത്തെ ഒരു തെക്കുവൊന്നും അല്ലാതെ എന്നാ പറഞ്ഞത്. അതല്ല തെക്കുവ, ജാടകളല്ല. ഇബാദുർ റഹ്മാൻ അല്ലദീന യംശൂന അലൽ അർളി ഹൗന, അള്ളാന്റെ അടിമകള് ഭൂമിയിലൂടെ വിനയത്തോടുകൂടി നടക്കുന്നവരാണ്. അപ്പൊ ഒരുത്തങ്ങ് നടക്കുന്നുണ്ട്. നമ്മുടെ അടുത്ത സുന്നിപ്പള്ളികളിലൊക്കെ മിമ്പർമാത്രം പോകുന്ന ചെറുപ്പക്കാരിങ്ങനെ താന്നു പോകുന്ന വലിയൊരു വടിയൊക്കെ പിടിച്ച് ഇങ്ങനെ കയറുന്നതാണ്. ഒരു വയ്യാത്ത ആൾക്കാരമായിരുന്നു. അതൊക്കെ ഭയഭക്തി എന്നാണ് ആളുകളുടെ വിചാരം. ഭയഭക്തി ഉണ്ട്, കൃത്രിമ ഭക്തി ഉണ്ട്. അപ്പൊ ഒരുത്ത ഇതേപോലെ നടക്കുന്നുണ്ട്. തല ഇങ്ങനെ താഴ്ത്തി ഇങ്ങനെ നടക്കുമ്പോ എന്താ ഇങ്ങനെ നടക്കുന്നു വെച്ചു. ആ പായത്തോതി, അതാണ് ചില ആൾക്കാർക്കുള്ള പ്രത്യേകത. എന്ത് കോലം കെട്ടി നടന്നാലും ഇതിനൊക്കെ ഹദീസും ആയത്തുണ്ടോ? ആയത്തോതി ഇബാദുർ റഹ്മാൻ അല്ലദീന യംശൂന അലൽ അർളി ഹൗന. ആരോടാ ഓതുന്നത്? ഉമർ ഖത്താബിനോടാ ഓതുന്നത്. അള്ളാന്റെ അടിമകൾ ഭൂമിയിൽ വിനയത്തോടു കൂടി നടക്കും. അതുകൊണ്ട് ഞാൻ അങ്ങനെ നടക്കുകയാണ്, ആയത്തിന്റെ അടിസ്ഥാനത്തിൽ നടക്കുകയാണ്. ഉമർ ഖത്താബില്ലേ ചാട്ടവാറുണ്ടായിരുന്നു, രണ്ടാണ് കൊടുത്തു. നേരെ നടന്നാൽ മതി, അങ്ങനെയുള്ളൂ. അപ്പൊ കൃത്രിമമായിട്ട് കാണിക്കുന്ന വിനയം ഒരിക്കലും തഖ്വയല്ല. അത് തഖ്വയുടെ മാനദണ്ഡമേ അല്ല. അതുകൊണ്ട് പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്, തഖ്വ എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഹാലത്തുഫിന്റെ, ഇവിടെയാണ് മനസ്സ് ഹൃദയത്തിലേക്ക് ചൂണ്ടിയിട്ടാണ്. ഇവിടെയാണ് തഖ്വ, ഇവിടെയാണ് തഖ്വ. നബി തങ്ങൾ ചൂണ്ടിക്കാണിക്കുക മാനസികമായ ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് പണ്ഡിതന്മാർ ഒരുപാട് നിർവചനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത്രേ അതിന് നിർവഹിക്കാൻ കഴിയുള്ളൂ. ആർക്കും അറിയില്ല. അത് നമ്മുടെ ഇബാദത്തിലൂടെ നമുക്ക് ലഭിക്കേണ്ട ഒരു സംഗതിയാണ്. എനിക്കിപ്പോ ഒരാളെ ഫോട്ടോ എടുത്ത് കാണിച്ചു തരാനോ, അത് ഒരാളെ കൊണ്ട് അംഗീകരിപ്പിക്കാനോ, ഒരാളെ തഖ്വയെ കുറിച്ച് പഠിക്കാനോ പഠിപ്പിക്കാനോ ഒന്നും നമുക്ക് കഴിയില്ല. അത് ഇതിലൂടെയൊക്കെ കിട്ടുന്ന അള്ളാഹു നിശ്ചയിക്കുന്ന ഒരു സിജില്, ഒരു റെക്കോർഡാണ് എന്ന് മാത്രം മനസ്സിലാക്കുക. അപ്പൊ പണ്ഡിതന്മാര് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അലി റളിയല്ലാഹുവിനെ പോലെയുള്ള ആളുകൾ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിനെ പോലെയുള്ള ആളുകളൊക്കെ തഖ്വയെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞത് അൽ ഖൗഫു മിനൽ ജലീൽ വറിളാ ബിൽ ഖലീൽ അൽ ഇസ്തിഅദാദു ലിയൗമിർ റഹീൽ. അതാണ് തഖ്വ. പടച്ചോനെ ഭയക്കുക, അതാണ് തഖ്വയുടെ ഒന്നാമത്തെ കാര്യം. പടച്ച തമ്പുരാനെ ഭയന്ന് ജീവിക്കുക. അതിന്റെ പ്രത്യേകത എന്താണ്? പടച്ചോനല്ലാത്ത ആരെ ഭയന്നാലും നമ്മൾ അതിൽ നിന്ന് അകന്നു നിൽക്കും. അള്ളാഹനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് നിങ്ങൾ അടുക്കണം എന്നാണ് അതിന്റെ അർത്ഥം. അതാണ് അൽ ഖൗഫു മിനൽ ജലീൽ. അള്ളാഹുവിലേക്ക് നമ്മൾ അടുക്കുക. ഇബാദത്തുകൾ കൊണ്ട്, സുന്നത്തുകൾ കൊണ്ട്, നോമ്പ് കൊണ്ട്, നിസ്കാരം കൊണ്ട്, ഹജ്ജ് കൊണ്ട്, സദഖ കൊണ്ട്, അള്ളാഹു ഇഷ്ടപ്പെടുന്നത് പോലെ. പല മഹാന്മാരും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇംതിസാലു അവാമിരില്ലാഹി വജ്തിനാബു നവാഹി. അള്ളാന്റെ കൽപ്പനകളൊക്കെ അനുസരിക്കുക, അള്ളാന്റെ വിരോധങ്ങളെയൊക്കെ വെടിയുക. അപ്പൊ പരമാവധി നന്മ ചെയ്തിട്ട് അത് അറിയാതിരിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അത് ആരും അറിയണ്ട അത്ര നന്മകൾ. അറിഞ്ഞിട്ടൊരു ഉപകാരമില്ലെങ്കിൽ ആരും ആ നന്മകൾ അറിയേണ്ട ആവശ്യമില്ല. നമ്മൾ അള്ളാന്റെ ഒരു ഇഷ്ട ആളായിട്ട് അള്ളാഹുവിന്റെ ഒരു മഹബത്ത് പിടിച്ചു പറ്റുന്നതാണ് യഥാർത്ഥ തഖ്വ എന്നാണ്. പിന്നെ കുറഞ്ഞ കാര്യം കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുക. അപ്പൊ സന്തോഷം ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ടാൽ സന്തോഷം. മറ്റൊന്ന്, മരണ ദിവസത്തിന് വേണ്ടി തയ്യാറായി നിൽക്കുക. എന്നും മരണത്തിന് തയ്യാറാവുക എന്നുള്ളതാണ്. എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ,
കുട്ടിയുടെ കയ്യിൽ ഇങ്ങനെ തൊട്ടിട്ട് പറഞ്ഞു, നേരം വെളുത്താൽ വൈകുന്നേരം ആകേണ്ടത് പ്രതീക്ഷിക്കണ്ട, വൈകുന്നേരമാകുമ്പോൾ നേരം വെളുക്കൊന്നും പ്രതീക്ഷിക്കണ്ടെന്ന് അങ്ങനെയൊക്കെ ഒരു കുട്ടികളെ ഉപദേശിച്ചിരുന്നു. അതിന് മരണത്തെ സംബന്ധിച്ച് ഓർക്കുക എന്ന് പറഞ്ഞത് എപ്പോൾ വേണമെങ്കിലും റബ്ബിന്റെ അടുത്തേക്ക് പോകാം. മറ്റ് ഒന്ന് ചെറിയ പാപങ്ങൾ വരെ നമ്മൾ ഒഴിവാക്കുക. ചെറിയ പാപങ്ങളും വലിയ പാപങ്ങളും ഒഴിവാക്കലാണ് തഖ്വ. ഒരു മുള്ളുള്ള സ്ഥലത്ത് കൂടെ നടക്കുന്ന പോലെ നീ നടക്കണം. കാണുന്നതൊക്കെ പേടിച്ചിട്ട് അവിടെ ചോട്ടുന്നുണ്ടോ നോക്കിയിട്ട് നടക്കും പോലെ, ഒരു മുള്ളുള്ള സ്ഥലത്ത് നടക്കും പോലെ നമ്മൾ നടക്കണം. ലാ തഹ്ഖിറന്ന സഗീറത്തൻ ഇന്നൽ ജിബാല മിനൽ ഹസാ. ചെറിയ പാപമാണെങ്കിലും നിസ്സാരമായി കാണണ്ട. അതിപ്പോ ഒരു ചെറിയ സംഗതിയല്ലേ ഞാൻ ചെയ്തിട്ടുള്ളൂ, അതിനൊന്നും ഇപ്പൊ ശിക്ഷ ഉണ്ടാവില്ല, അതൊരു സുന്നത്തായ കാര്യമില്ലേ ഇപ്പൊ ഞാൻ ഒഴിവാക്കിയിട്ടുള്ളൂ. ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ വേണ്ട. കാരണം ചെറിയ ചെറിയ ചരൽക്കല്ലുകൾ കൂടുമ്പോഴാണ് വലിയ പാറ മലകളൊക്കെ ഉണ്ടായി മാറുന്നത്. വലിയ മലകൾ ഉണ്ടാകുന്നത് ചെറിയ ചെറിയ പാറക്കല്ലുകൾ കൂടുമ്പോഴാണ്. അപ്പൊ ചെറിയ ചെറിയ പാപങ്ങളിൽ നിന്ന് തന്നെ നമ്മൾ ഒഴിഞ്ഞു നിൽക്കുക. ഇങ്ങനെ കുറെ കാര്യങ്ങളാണ് തഖ്വയുടെ നിർവചനമായിട്ട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പരിശുദ്ധ ഖുർആനിൽ മുത്തഖീങ്ങൾക്ക് ഉണ്ടാകേണ്ട വിശേഷണം പറഞ്ഞത് ഒന്നും അവരുടെ ആത്മീയമായ കാര്യങ്ങളല്ല, അത് അവരുടെ വിശ്വാസം മാത്രം. ഈമാൻ കാര്യം ഇസ്ലാം കാര്യം. സൂറത്ത് അൽ ബഖറയിലെ 177 വചനത്തിൽ ആ കാര്യം വ്യക്തമാക്കാൻ വേണമെങ്കിൽ അതൊരുപാട് പറയാനുണ്ട്, ദിവസങ്ങളോളം പറയാനുണ്ട്. വേണമെങ്കിൽ ഇന്ന് പോയിട്ട് ഒരു തഫ്സീർ എടുത്തിട്ട് നോക്കാം. സൂറത്ത് അൽ ബഖറയിലെ 177. കാരണം തഖ്വ എന്ന് പറഞ്ഞാൽ കുറെ കാട്ടിക്കൂട്ടലുകളും ജാടകളുമാണ് എന്ന് വിചാരിച്ചിരുന്ന ഒരു ആളുകളുണ്ടായിരുന്നു. നമ്മളുടെ കൂട്ടത്തിലുണ്ട് അങ്ങനെ കുറെ ആളുകൾ. നമ്മൾ ഓരോന്ന് കാണിക്കും, അതിന്റെ കൃത്യതയിൽ വന്നിട്ട് ആരെങ്കിലും പറഞ്ഞാൽ ഇവിടെ നമ്മൾ കാലകാലങ്ങളായിട്ട് അങ്ങനെ നടന്നു പോന്നിരുന്നാന്ന് പറഞ്ഞിട്ട് അതിന് മാറിക്കൂല. അത് വലിയൊരു സംഭവമാക്കി വിചാരിക്കും. ഇവിടെ നടന്നിരുന്നൊക്കെ വലിയ സംഭവം എന്നല്ല. അങ്ങനെ ഉണ്ടായിരുന്നു കുറച്ചാണ്. അവര് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യം മസ്ജിദുൽ ഹറാം പിന്നെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുമ്പോ നബിക്കന്നെ താല്പര്യം ഉണ്ടായിരുന്നു പിന്നെ മക്കത്തേക്ക് കഅബത്തേക്ക് തിരിഞ്ഞാൽ കുഴപ്പമുണ്ടായിരുന്നില്ല. തിരിഞ്ഞപ്പോ കുറെ ആളുകൾ തിരിഞ്ഞില്ല. ഒരു മുത്തഖീങ്ങളാണ് അവർ വിചാരിച്ചു. ഓല് പറഞ്ഞു, ഞങ്ങൾ ഇങ്ങനെ തോന്നുമ്പോ തിരിയാനുള്ള ആൾക്കാരല്ല, ഞങ്ങൾക്ക് നിലപാടുണ്ട്, ഞങ്ങൾ തിരിയേണ്ടത്. അവിടെ നിലപാട് റസൂലുള്ളാഹിയോട് പിൻപറ്റലാണ് നിലപാട് വേണ്ടിയിരുന്നത്. പക്ഷെ ഇവർ ചെയ്തത് നേരെ തിരിച്ചാണ്. പിന്നെ അതിമ തന്നെ കോലാഹലങ്ങൾ. ഇപ്പൊ നമ്മുടെ നാട്ടിലുണ്ട് അങ്ങനെ ചെറിയ ചെറിയ ഏതെങ്കിലും ഒരു മസാല, എന്തെങ്കിലും ഒരു ഈച്ചന്റെ പൂച്ചന്റെ ചെറിയ മസാല വലിയന്മാര് കടന്ന് ഇങ്ങനെ തള്ളുന്ന കാണാം, തല്ലുകൂടുന്ന കാണാം യൂട്യൂബിലൊക്കെ. മറിച്ച് ചെറിയൊരു വിഷയമായിരിക്കും അത്. അനാവശ്യമായിട്ടുള്ള ചർച്ച. ആവശ്യമുള്ളത് വേണം, അത് വേണ്ടെന്നല്ല. അപ്പൊ അനാവശ്യമായി അങ്ങനെ ചർച്ച വന്നപ്പോ അള്ളാഹു പറഞ്ഞതാണ്, വഹയ്യിറക്കിയതാണ് റസൂലിനെ. ഈ പടിഞ്ഞാട്ടും കിഴക്കോട്ടും തിരിഞ്ഞിട്ടുള്ള ജാട കാണിക്കലല്ല നിങ്ങളുടെ തഖ്വ എന്ന് പറയുന്നത്, പുണ്യം എന്ന് പറയുന്നത്. എന്നിട്ട് പുണ്യങ്ങളെ അള്ളാഹു വിശദീകരിക്കുക. വലാകിന്നൽ ബിർറ, പുണ്യം എന്ന് പറഞ്ഞാൽ മൻ ആമന ബില്ലാഹി വൽ മലായികത്തി വൽ കിതാബി വൻ നബിയ്യീൻ. ഇതാണ് തഖ്വ എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. അള്ളാഹുവിൽ വിശ്വസിക്കുക, അതുപോലെ യൗമുൽ ആഖിറിൽ വിശ്വസിക്കുക, ഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കുക, നബിമാരിൽ വിശ്വസിക്കുക. എന്നിട്ടോ ആതൽ മാല അലാ ഹുബ്ബിഹി, സക്കാത്ത് അല്ല, കഴിഞ്ഞ പ്രാവശ്യം സക്കാത്ത് അല്ല, ആതൽ മാല അലാ ഹുബ്ബിഹി. തനിക്ക് ഇഷ്ടമുണ്ടാകുമ്പോ ധനം ചെലവഴിക്കുക. തനിക്ക് തന്നെ ഇഷ്ടമുണ്ട്, ഞാൻ തന്നെ ഭയന്നിരിക്കുകയാണ്, എനിക്ക് വല്ല ഫക്കീർത്തരും വരുമെന്ന് ഭയന്നിരിക്കണ സമയത്ത് സദഖ കൊടുക്കണം. ഈ പറഞ്ഞ ആളുകൾ സക്കാത്തിന്റെ അവകാശികളല്ല, അവകാശപ്പെട്ടവരുണ്ട്, അത് പറഞ്ഞതല്ല. ആർക്കൊക്കെ? അടുത്ത ബന്ധുക്കൾക്ക് കൊടുക്കുക. സക്കാത്തും ഒന്നും നോക്കണ്ട, അവർക്ക് കൊടുക്കുക. അടുത്ത ബന്ധുക്കൾക്ക് കൊടുക്കുക, യതീമുകൾക്ക് എന്തെങ്കിലും കൊടുക്കുക, മിസ്കീന്മാർക്ക് എന്തെങ്കിലും കൊടുക്കുക, വഴിയാത്രക്കാർക്ക് എന്തെങ്കിലും കരുതി വെക്കുക, ചോദിച്ചു വരുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കുക. അതുപോലെ അടിമമോചനം ആ കാലഘട്ടത്തിൽ. പിന്നെ പറയാ അഖാമസ്സല, അത് തഖ്വയാണ്. നിസ്കാരം നിലനിർത്തുക.
അത് തഖ്വയാണ്. നിസ്കരിക്കലല്ല തഖ്വ, നിസ്കരിക്കലല്ല തഖ്വ. നിസ്കാരം നിലനിർത്തണം. അത് കൃത്യമായിട്ട് കണിശമായിട്ടൊരു കാര്യം അതിലുണ്ടോ എന്നാണ് അള്ളാഹു നോക്കുന്നത്. നിസ്കാരം എന്ന് പറയുന്നത്. അപ്പോ പിന്നെ സക്കാത്ത് കൊടുക്കുക, അതായിപ്പെടൂല. നേരത്തെ പറഞ്ഞ ധനം കൊടുക്കലാണ് സക്കാത്തല്ല. ഇവിടെ സക്കാത്ത് കൊടുക്കുക, അത് കൃത്യമായി അളന്ന് മുറിച്ച് കണക്കാക്കി അതിന്റെ നിശ്ചിത ശതമാനം കൊടുക്കുക. പിന്നെ ഒരു കരാറ് ചെയ്താൽ ആ കരാറ് പാലിക്കുക, എത്ര ചെറുതാണെങ്കിലും കരാറ് പാലണം. പിന്നെ വസ്സാബിരി, ക്ഷമിക്കുക. നോക്കുമ്പോൾ ഇതൊന്നും പുറത്തേക്ക് കാണൂലല്ലോ. ഇതൊന്നും ഒരാളുടെ ഫോട്ടോ എടുത്തിട്ടോ പറഞ്ഞിട്ടോ നമുക്ക് അറിയിക്കാൻ കഴിയില്ല. അപ്പൊ അതൊക്കെ ക്ഷമിക്കുക. പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും, ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ക്ഷമിക്കുക. ഹൈനൽ ബസ്, യുദ്ധകാലഘട്ടങ്ങളിൽ പ്രയാസം ഉണ്ടാവും. നമുക്കറിയാം, നമ്മുടെ ഒരു വയനാട്ടിൽ ഒരു ദുരിതം ഉണ്ടായപ്പോ നമ്മളൊക്കെ ക്ഷമിച്ചു, നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കൊറോണ വന്നപ്പോ നമ്മൾ ക്ഷമിച്ചു, പ്രാർത്ഥിച്ചു. ഇന്നും നമുക്കറിയാം നമ്മൾ പ്രാർത്ഥിക്കണം. പ്രത്യേകം എടുത്തു പറയാം, ഫലസ്തീനില്, ഗസയില്, ഇസ്രായേലില് എല്ലാ കരാറുകളെയും ലംഘിച്ച് ലോകത്തെ ഒരു നേതൃത്വത്തെയും വകവെക്കാതെ, ഒരു മധ്യസ്ഥനെയും വകവെക്കാതെ ആ ഇസ്രായേല് എത്രയോ ആളുകൾ, 500-600 ഇപ്പൊ ഇന്നത്തെ റെക്കോർഡ്, മൊത്തം കൊന്നതിന്റെ റെക്കോർഡ് നിങ്ങൾക്ക് പേപ്പറിൽ എഴുതിയത് വായിച്ചാൽ നമ്മൾ ഞെട്ടിപ്പോകും. അത്ര അധികം ആളുകളെ കൊന്നിട്ടുണ്ട്. രാഷ്ട്രങ്ങൾ ഇടപെടുന്നുണ്ടോ എന്ന് വെച്ചാൽ ഇടപെടുന്നുണ്ട്, പക്ഷെ അവർക്ക് പരിമിതിയും പരിധിയും ഉണ്ടാവും. അത് അവരുടേതായ സ്ട്രാറ്റജിക്കലാണ്. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, അത്തരം രംഗങ്ങൾ ഉണ്ടാവുമ്പോൾ ഒന്ന് ക്ഷമിക്കുക. അത് വളരെ പ്രധാനമാണ്. അനാവശ്യമായ എടുത്തുചാടലുകളും കാര്യം അറിയാതെ ചിന്തിതാക്കലൊക്കെ ബുദ്ധിമുട്ടാണ്. ഏത് രംഗത്താണ് അനാവശ്യമായിട്ടുള്ള എടുത്തുചാടലുമാണ്. പക്ഷേ നമുക്കൊക്കെ അവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ അള്ളാഹു എല്ലാ വിഷമത്തിൽ നിന്നും അവരെ സഹായിക്കുമാറാണ്. സഹായം ഉണ്ടാകും എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അള്ളാന്റെ വാഗ്ദാനമുണ്ട്. ഒരിക്കൽ അങ്ങനെ പരാജയപ്പെട്ടാലും വീണ്ടും വീണ്ടെടുത്ത സംഭവങ്ങളുണ്ട്. സൂറത്ത് ഇസ്രായിന്റെ തുടക്കത്തിലൊക്കെ നിങ്ങൾ പരാജയപ്പെടും, നമുക്ക് അതിജയിക്കാം, മർദ്ദിതര് അതിജയിക്കപ്പെടും എന്നൊക്കെ ഉണ്ട്. പക്ഷെ കുറച്ചൊക്കെ പരീക്ഷണങ്ങളും ത്യാഗങ്ങളും ഒക്കെ ഉണ്ടാവും എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനത്തെ പരിശുദ്ധ ഖുർആൻ പ്രത്യേകിച്ച് തഖ്വയുടെ ഭാഗമായി എണ്ണി പറഞ്ഞത് അത് ആ നാട്ടുകാർക്കൊക്കെ ബാധകം, നമുക്കൊക്കെ ബാധകമാണ്. നമ്മുടെ നാട്ടിൽ അങ്ങനെ വരുമ്പോൾ നമുക്കും ബാധകം, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും. ആദ്യം വേണ്ടത് ക്ഷമയാണ്, എടുത്തുചാട്ടമല്ല. എടുത്തുചാടിയാൽ കൂടുതൽ കലാപങ്ങളുണ്ട്. അൽ ഫിത്നത്തു അക്ബറു മിനൽ ഖത്ൽ, കൊലപാതകത്തേക്കാൾ ഭയാനമാണ് എടുത്തുചാടിയിട്ടുള്ള ഫിത്ന ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ. എന്നാലോ വലക്കും ഫിൽ ഖിസാസി ഹയാത്തുൻ യാ ഉലിൽ അൽബാബ്, കൊലപാതകം നടത്തുന്നതിൽ നിങ്ങൾക്ക് ഹയാത്തുണ്ട്, ജീവനുണ്ട്. ഖിസാസ്, പ്രതിക്രിയ, അതൊരു കൊലയാണ്. പ്രതിക്രിയ നടത്തുക എന്ന് പറഞ്ഞാൽ കൊന്നവനെ പിടിച്ചു കൊല്ല, ശിക്ഷ നടപ്പാക്കുക. ശിക്ഷ നടപ്പാക്കി നിങ്ങൾ ഒരാളെ കൊന്നാൽ നിങ്ങൾക്ക് ജീവനുണ്ട് എന്നാണ്. അതല്ലാതെ നിയമം ലംഘിച്ചുകൊണ്ട് നിങ്ങൾ ശിക്ഷ നടപ്പാക്കാൻ വേണ്ടി ഇറങ്ങിയാൽ അത് ഫസാദാണ്. വൽ ഫിത്നത്തു ഫസാദ്, ഫിത്ന എന്നൊക്കെ പറഞ്ഞാൽ അത് അക്ബറു മിനൽ ഖത്ൽ, ഈ കൊലപാതകത്തേക്കാൾ ഭയാനകമാണ്. ഞാൻ പറഞ്ഞു വന്നത് മുത്തഖിന്റെ അടയാളമായിട്ട് അത് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അള്ളാഹ് പറഞ്ഞത്, ഈ വിശേഷങ്ങൾ പറഞ്ഞിട്ട് അള്ളാഹ് പറഞ്ഞത്, ഉലൈകല്ലദീന സദഖു, അവരാണ് സത്യവാന്മാർ, വ ഉലൈക ഹുമുൽ മുത്തഖൂൻ. ആണോ? വ ഉലൈക ഹുമുൽ മുത്തഖൂൻ, അതാണ് മുത്തഖീൻ, അവർ മുത്തഖീങ്ങളാണ്. അലിഫ് ലാം മീം ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. ആർക്കാ ഖുർആൻ? ആരുടെ മാർഗദർശനമാണ് ഖുർആൻ? ഹുദൽ ലിൽ മുത്തഖീൻ. ആരാണ് മുത്തഖി? അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, കണ്ടിട്ട് വിശ്വസിക്കാൻ കഴിയും. കണ്ടാ പിന്നെ അതിന് വിശ്വാസം എന്ന് പറയാം. ഗൈബിയായ വിഷയങ്ങൾ വിശ്വസിക്കണം. വയുഖീമുസ് സ്വലാ, നിസ്കാരം നിലനിർത്തണം. ഉണ്ടോ? അവിടെയൊക്കെ ഇഖാമത്തു സ്വലാത്ത്, നിസ്കരിക്കണമല്ല. നിസ്കരിക്കുന്നവർക്ക് ഞാൻ പറഞ്ഞില്ല, വൈലുല്ലി അൽ മുസല്ലി, നിസ്കരിക്കുന്നവർക്ക് നാശം എന്നാ പറയുന്നത്. നിസ്കാരം നിലനിർത്തുക കൃത്യമായിട്ട്. നിസ്കാരമൊക്കെ നിസ്കരിച്ചാൽ പോരാ, അത് കൃത്യമായി ഒരു ജാഗ്രത ഉണ്ടാവണം. അതാണ് പറഞ്ഞത്. പിന്നെ
സക്കാത്തും സദഖയും നിസ്കാരവും, സക്കാത്തും നിസ്കാരവും സമന്വയിച്ച് പറയാത്ത ഒരു സ്ഥലത്ത് അത് തഖ്വയുടെ ഭാഗമായിട്ടും പറഞ്ഞിട്ടുണ്ട്. പിന്നെ അല്ലാഹു പറയാ വസാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങൾ റബ്ബിന്റെ മഗ്ഫിറത്തിലേക്ക് ധൃതി കാണിക്കണം. ഖുർആന്റെ ശൈലി അതീവ രസാവഹമാണ്. ദുനിയാവിന്റെ കാര്യം അല്ലാഹു പറഞ്ഞത് നിങ്ങൾ നടന്നാ മതി എന്നാണ്. ദുനിയാവിന്റെ കാര്യത്തിന് ഓടണ്ട, അത്രേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇബാദുർ റഹ്മാന്റെ വിശേഷണം പറഞ്ഞപ്പോ അവർ ഓടുന്നവരാണെന്ന് പറഞ്ഞിട്ടില്ല, നടക്കാനുള്ളതേ ഉള്ളൂ, നടന്നു തീർക്കാനേ നമുക്കുള്ളൂ. ഹുവല്ലദീ ജഅല ലക്കുമുൽ അർള ദലൂലൻ ഫംശൂ ഫീ മനാകിബിഹാ, ഭൂമിയെ അള്ളാഹു നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നിട്ടുണ്ട്. ഫംശൂ, നിങ്ങൾ നടന്നാ മതി, ഭൂമിയിലൂടെ ഓടണ്ട. ഫീ മനാകിബിഹാ, ഭൂമിയുടെ ചെരിവിൽ. എന്തിന്? വകുലൂ മിൻ റിസ്ഖിഹി വഇലൈഹിൻ നുശൂർ, എന്നിട്ട് നിങ്ങൾ റിസ്ക് ഉണ്ടായിക്കോളെ, റിസ്ക് കിട്ടും. അപ്പൊ ഇവിടെ നടന്ന് അധ്വാനിക്കേണ്ട റിസ്ക്കുള്ളൂ. ഈ പ്രധാനപ്പെട്ട പോയിന്റ് മനസ്സിലാക്കണം. ഇത് ഓടാണ്, നമ്മളൊക്കെ ദുനിയാവിന് വേണ്ടി ഓടാണ്, നമ്മുടെ ബിസിനസിന് വേണ്ടി ഓടുക. എന്തിന്? നടന്നാ മതി, ഞാൻ ഓടണ്ട, നടന്നാ മതി. ഈ ഓടുമ്പോ ചിലതിന് നമുക്ക് ഒഴിവുണ്ടാവില്ല. നമുക്ക് ഇഖാമത്ത് സലാത്തിന് ഒഴിവുണ്ടാവില്ല, സക്കാത്ത് കണക്കൂട്ടി കൊടുക്കാൻ ഒഴിവുണ്ടാവില്ല, ഈമാൻ കാര്യം കൃത്യമായി പഠിക്കാൻ ഒഴിവുണ്ടാവില്ല, ക്ലാസ്സുകൾ കേട്ട് മനസ്സിലാക്കാൻ ഒഴിവുണ്ടാവില്ല. എന്നാ ഓടല്ലേ? അപ്പൊ അതുകൊണ്ട് ഓടണ്ട, ദുനിയാവിന് നടന്നാ മതി, നടന്നു തീർക്കാനേ ഉള്ളൂ എന്ന്. എന്നാൽ ആഖിറത്തിന്റെ കാര്യം പറഞ്ഞോടത്ത് അല്ലാഹു പറഞ്ഞത് ഓടണതാണ്. കാരണം ഇതിങ്ങനെ പോവും, അതിന്റെ ഇടയിൽ അവിടെ വീണ് നമ്മള് പോകും. എന്നാ ആഖിറത്തിന് വേണ്ടി ഇവിടുന്ന് ഓട്ടം തുടങ്ങണം എന്നാണ്. അതുകൊണ്ടാണ് ഖുർആനിൽ ഇങ്ങനെ പ്രയോഗങ്ങൾ. ഹദീസിലുണ്ട് വബാദിറൂ, നിങ്ങൾ ഓടണം, വസാരിഊ, നിങ്ങൾ ഓടണം, ഫഫിറൂ, നിങ്ങൾ ഓടണം. ഇതൊക്കെ ഖുർആനിലും ഹദീസിലും വന്നാണ്. ഖുർആനിലും ഹദീസിലും ആഖിറത്തിന്റെ കാര്യം എവിടെ പറഞ്ഞാലും അവിടേക്ക് ഓടാനും ഓടിയെത്താനും പറയുമ്പോ ദുനിയാവിന്റെ കാര്യത്തിന് നടന്നു ചെയ്യേണ്ടത് ചെയ്താൽ മതി എന്ന് വ്യക്തമായി പറയുന്നു. അപ്പൊ നമ്മൾ നമ്മുടെ ശരീരം നഷ്ടപ്പെടുത്തി നമുക്ക് റെസ്റ്റ് ഇല്ലാതെ പലരുടെയും കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ വെറുതെ ഓടിയിട്ട് ഓടണ്ടെന്നല്ല, നടന്നാ മതി, നടക്കണം. നമ്മുടെ പരലോകം നഷ്ടപ്പെടുത്താൻ പാടില്ല. അതവസാരിയോ, നിങ്ങൾ ഓടണം ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിന്റെ പാപമോചനത്തിലേക്ക്, വജന്നത്തിൻ, സ്വർഗത്തിലേക്ക്. അർളുഹ സമാവാതു വൽ അർള്, അതിന്റെ വീതി വിസ്താരം ആകാശഭൂമിയുടെ അത്രയാണ്, ആകാശഭൂമിയുടെ അത്രയാണ്. നമുക്കറിയാം, സുനിത വില്യംസ് പേടകത്തുനിന്ന് വന്ന് കൊണ്ടുവന്നിട്ട് ആശുപത്രിയിലാക്കിക്കാണ് വിശ്രമത്തിന് വേണ്ടിയിട്ട്. ആ സമയത്തപ്പം നമ്മളത് ആ പേടകം ഒരു ബഹിരാകാശം മാത്രമേ ഉള്ളൂ, 400-500 കിലോമീറ്റർ ദൂരം നമ്മുടെ ബഹിരാകാശം, വായുമണ്ഡലം കഴിഞ്ഞ്. നിങ്ങൾ ആലോചിക്കൂ, ലോകം എത്രയാണ്. അല്ലാഹു പറയാ മറ്റൊരു സ്ഥലത്ത് ആകാശം പോലെ വിശാലം എന്നൊക്കെ പറഞ്ഞിട്ട് സ്വർഗത്തെ. അത് മുത്തഖീകൾക്ക് മാത്രമാണ്. ഇത്രയും വിശാലമായ സ്വർഗം മുത്തഖീകൾക്ക് മാത്രമാണ്. ആരാ മുത്തഖി? അല്ലദീന യുൻഫിഖൂൻ, അവിടെ ഒഴിവാക്കിയിട്ടില്ല. ചെലവഴിക്കണം. ഫിസ്സറാഇ വല്ലറാ, സന്തോഷം ഉണ്ടാകുമ്പോഴും പ്രയാസം ഉണ്ടാകുമ്പോഴും ഒക്കെ നമ്മൾ ചെലവഴിക്കണം. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്ന് കരുതി സദഖ കൊടുക്കൽ നിർത്താൻ പറ്റും? ഒന്നും നിർത്താൻ പാടില്ല. അത് പരസ്യമായിട്ടും രഹസ്യമായിട്ടും ഒക്കെ നമുക്ക് കൊടുക്കാം. വൽ കാളിമീനൽ ഗൈദ്, ദേഷ്യം പിടിച്ചു നിർത്തുക. ദേഷ്യപ്പെടണ്ടെന്നല്ല, ദേഷ്യപ്പെടും, ദേഷ്യം വരും മനുഷ്യന്. ആ ദേഷ്യത്തെ നിയന്ത്രിക്കുക. കാളിമീനൽ ഗൈദ് വൽ ആഫീന അനിൻ നാസ്, ജനങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക. അത് മുത്തഖിയുടെ അടയാളമാണ്. ഞാൻ ഈ തഖ്വ പറഞ്ഞതാണ്. ആലോചിച്ചു, നോമ്പിന്റെ തുടക്കം ലഅല്ലക്കും തത്തഖൂൻ എന്നാണെങ്കിൽ നോമ്പിന്റെ ഒടുക്കം അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്നതിലേക്കാണ്. ആയിഷ ബി ചോദിച്ചു, ലൈലത്തുൽ ഖദർ എന്നാ പ്രതീക്ഷിക്കുന്നത്? റമദാനിലെ ഒറ്റയായ രാവുകൾ പ്രതീക്ഷിക്കും. അഥവാ ലൈലത്തുൽ ഖദർ ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയാൽ എന്ത് ചൊല്ലണം? റസൂൽ പറഞ്ഞു, ഖൂലി, നിങ്ങൾ പറയണം, അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുവേ, നീ വല്ലാതെ മാപ്പ് കൊടുക്കുന്നവനാണ്, നീ മാപ്പ് ഇഷ്ടപ്പെടുന്നവനാണ്, അതുകൊണ്ട് ഫഅഫു അന്നി, എനിക്ക് നീ മാപ്പ് ചെയ്യണം. അത് മഗ്ഫിറത്തല്ല. പുറത്തു കൊടുക്കലും മാപ്പ് കൊടുക്കലും തമ്മിൽ വ്യത്യാസം. പുറത്തു കൊടുക്കുമ്പോ ആ കണ്ടന്റ് അവിടെ ഉണ്ടാവും, മറ്റേത് ഡിലീറ്റ് ആയി.
നാം മാപ്പ് കൊടുക്കുകയാണെങ്കിലോ ഫുൾ ഡിലീറ്റ് ആയി. കടപ്പുറത്ത് പോയിട്ട് ഒരു വര വരച്ചാൽ പിറ്റേ നിമിഷം കടൽ തിരമാല വന്നിട്ട് അത് ഇല്ലാതാവും. മരുഭൂമിയിൽ ഒരു വര വരച്ചാൽ അപ്പൊ തന്നെ കാറ്റ് വന്നിട്ട് അത് ഇല്ലാതാകും. അതാണ് അഫ്വ എന്ന് പറഞ്ഞാൽ. അഫത്തിരിയ, മാപ്പ് കൊടുക്കുക. മാപ്പ് കൊടുക്കുക അത് ഭയങ്കര അന്തസ്സാണ്. അത് 2-3 കാര്യങ്ങൾ. സദഖ കൊടുത്താൽ ഒരു സമ്പത്തും കുറഞ്ഞു പോകില്ല എന്ന് അള്ളാന്റെ വാഗ്ദാനം. മറ്റൊന്ന് മാ സാദ അല്ലാഹു റജുലൻ ബിഅഫ്വിഹി ഇല്ലാ ഇസ്സ. ഒരു മനുഷ്യന് അഫ്വ് ചെയ്താൽ അന്തസ്സുണ്ടാവുന്നു, അഭിമാനമുണ്ടാവുന്നു. വിട്ടുവീഴ്ച ചെയ്തു കൊടുത്താൽ, ഒരാൾ നമ്മൾ ഉപദ്രവിച്ചതില്ലാത്ത പോലാക്കി കൊടുത്താൽ നമുക്ക് അഭിമാനമുണ്ടാവുന്നു. പിന്നെ ഒരാള് ബാബു മസ്അല യാചനയുടെ അധ്യായം തുറന്നാൽ ഓന് പിന്നെ യാചിക്കേണ്ടി വരുന്ന 3 കാര്യം പറഞ്ഞു കൊടുത്തു. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അഫ്വ് എന്ന് പറയുന്നത്. ഈ അഫ്വ് എപ്പോഴാണെന്നറിയോ? അൽ അഫ്വു അലൽ മഖ്ദിറ എന്നതാണ്. എനിക്കൊരാളെ എല്ലാ നിലക്കും ദ്രോഹിക്കാൻ കഴിയുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? അഫ്വ് ചെയ്യുന്നു. അതാണ് അഫ്വ്. അതിനാണ് കൂലി. അതാണ് അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. എന്നൊരാളെ ദ്രോഹിച്ചു, ഞാൻ നിരപരാധിയാണ്, സാധുവാണ്, പ്രതികരിക്കാൻ ഒരു മാർഗവും എനിക്ക് കഴിയില്ല. അപ്പൊ ഞാൻ അങ്ങനെ ആയത്തോതിരിക്കാവോ അള്ളാന്റെ അഫ്വ് ഉണ്ടാവുകൊണ്ട് അപ്പൊ ഞാൻ ഭയങ്കര സംഭവം. അത് അഫ്വല്ല, അത് ഭീരുത്വം എന്ന് അതിന് പറയാം. ഒന്നിനും പ്രതികരിക്കാൻ കഴിയാഞ്ഞിട്ട് ജബാനത്ത്, ഒന്നിനും പ്രതികരിക്കാൻ കഴിയില്ല, ഉണ്ടാൻ കഴിയില്ല, ഓനെ കൊണ്ട് ഒന്നും കൂട്ടിയേ കഴിയൂല. അപ്പൊ അഫ്വും പറഞ്ഞു അത് അഫ്വല്ല. എല്ലാ നിലക്കും ഓന്റെ ജോലി വിചാരിച്ച എന്നെ കൊണ്ട് കളയാൻ പറ്റും. ഓനമാണെങ്കിൽ കൊല്ലാൻ കൊട്ടേഷൻ കൊടുക്കാൻ പറ്റും. ഒന്നും പാടില്ല, അതൊന്നും പാടില്ലാത്ത കാര്യം. അങ്ങനെ ചിന്തിക്കാൻ വിചാരിച്ചു. അത്രയും കഴിവുണ്ട്. ഞാൻ അവനോട് പിന്നെ എങ്ങനെ ഉപദ്രവിക്കാൻ കഴിയും, അവന്റെ ആഹാരം മുടക്കാൻ കഴിയും, വിസ നശിപ്പിക്കാൻ കഴിയും, ഒക്കെ കഴിയെങ്കിലും നമ്മൾ പറയാം അള്ളാന്റെ വജ്ഹ് ഉദ്ദേശിച്ചിട്ട് ഞാനിതൊക്കെ ഒഴിവാക്കി, ഇനി അങ്ങനെ പ്രശ്നമല്ല ഓന് ഞാൻ എന്ന് തീരുമാനിക്കുന്നതാണ് അഫ്വ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഒറ്റ ഉദാഹരണം അതിന് പറയാൻ. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മകളാണ് ആയിഷ. ആയിഷ ബീവിയെ പറ്റിയിട്ടാണ് ആളുകൾ അപരാധം പറഞ്ഞു പരത്തിയത്. പക്ഷെ ആ അപരാധം പറഞ്ഞ കൂട്ടത്തിൽ മിസ്തഹ് ഇബ്നു ഉസാസ എന്ന് പറയുന്ന ഒരു സഹാബി ഉണ്ടായിരുന്നു. അത് അബൂബക്കർ അള്ളാന്റെ ഒരു ബന്ധത്തിൽപ്പെട്ട ആളാണ്. പക്ഷെ അയാൾ അബൂബക്കർ അള്ളാന്റെ വീട്ടിൽ ചെലവിന് വന്നിട്ട് അങ്ങനെ അബൂബക്കർ അള്ളാന്റെ വീട്ടിൽ അങ്ങനെ ജീവിച്ച് ഉപജീവനം പറ്റി പോയിരുന്ന ഒരു ആളായിരുന്നു. അങ്ങനെ അബൂബക്കർ അള്ളാൻ പറഞ്ഞു ഉസാസ അതിലുണ്ട് എന്ന് ശ്രദ്ധപ്പെട്ട നിമിഷം അബൂബക്കർ അള്ളാൻ പറയാണ് എങ്കിൽ ഇനി ഞാൻ അദ്ദേഹത്തിന് ഭക്ഷണം കൊടുക്കൂല, അങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അള്ളാഹ് ആയത്തിറക്കും വലാ യഗ്തലി ഉലുൽ ഫളി മിൻകും. സൂറത്തുൻ നൂറിലുണ്ട് വലാ യഗ്തലി ഉലുൽ ഫളി മിൻകും ഫസ്സാ. ഈ കുറച്ച് ശേഷി കഴിവൊക്കെ ഉള്ള ആളുകളൊന്നും അങ്ങനെ സത്യം ചെയ്യാൻ പാടില്ല. അയൂതു ഉലുൽ ഖുർബാ വൽ മസാകീൻ വൽ മുഹാജിരീന ഫീ സബീലില്ലാ. പാവപ്പെട്ടവർക്കും മുഹാജിരീങ്ങൾക്കൊക്കെ കൊടുക്കും എന്ന് പറയുന്നത് തടഞ്ഞിട്ട് ഇനി കൊടുക്കൂല എന്ന് പറഞ്ഞിട്ടും എന്ത് തെറ്റുകളാ ഇത്ര വലിയൊരു തെറ്റ്. നമ്മളൊക്കെ എന്താണ്ട് നമ്മളൊക്കെ ചെലവിന്റെ എല്ലാം മൊയിലിരട്ടി ഇങ്ങനെയൊക്കെ എന്തെങ്കിലും പറഞ്ഞാല് അല്ലെങ്കിൽ മൗലവി നമ്മളെ പെണ്ണുങ്ങളെ പറ്റി ഇങ്ങനെയൊക്കെ പറഞ്ഞു പരത്തി നമ്മളൊക്കെ കമ്മിറ്റി തീരുമാനം എത്തിക്കാരം. കമ്മിറ്റിയുടെ തീരുമാനം എത്ര വേഗം പിരിച്ചു വിടണം അല്ല, സ്ഥിതി അങ്ങനെയാണ്. പക്ഷെ എന്നിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയാണ് അള്ളാഹ് ചീത്ത പറയണത് എന്ന് ചോദിക്കാൻ. അവര് മാപ്പ് കൊടുക്കട്ടെ, പുറത്തു കൊടുക്കട്ടെ. അലാ തുഹിബ്ബൂന അയ്യഗ്ഫിറല്ലാഹു ലക്കും. അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ഇവിടെയാണ് പോയിന്റ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു നബിയുടെ അടുത്ത് കോടി എന്നിട്ട് പറഞ്ഞു നബി ഉസാസനെ ഞാൻ തന്നെ കൊണ്ടുപോകാം, മിസ്തഹിബിനെ ഞാൻ തന്നെ കൊണ്ടുപോകാം. വലാ ഉഹിബ്ബു അൻ യഗ്ഫിറ ലി റബ്ബി. റബ്ബ് എനിക്ക് പുറത്തു തരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്റെ ഈഗോ ഒന്നും ഇവിടെ പ്രശ്നമല്ല. ദുനിയാവിൽ എന്ത് സംഭവിച്ചാലും അതിന് എന്റെ ഈഗോ ഒരു കാരണമാവരുത്. അതുകൊണ്ട് ഞാൻ പുറത്തു കൊടുത്തു എന്ന് പറഞ്ഞു. അതാണ് ആലോചിച്ചു. നമ്മൾക്ക് റമദാനായിട്ടും ഇന്നലെ വരെ ഉണ്ടാവും ആൾക്കാർ തെറ്റിക്കോളി. വാപ്പിയും മകനും തമ്മിൽ, ഭാര്യയും ഭർത്താക്കന്മാരും തമ്മിൽ, ഇളയച്ചും മൂത്തച്ഛൻ തമ്മിൽ, അമ്മായിയും മരുവനും തമ്മിൽ ഒക്കെ ഒരുപാട് തെറ്റിക്കിട്ടും. ആദ്യം നമ്മൾ നേടേണ്ടത് നമ്മളൊരു സർട്ടിഫിക്കറ്റ് നേടുക. നമുക്കിത് അള്ളാഹിനോട് ചോദിക്കാൻ അധികാരമുണ്ട് എന്നുള്ളൊരു സർട്ടിഫിക്കറ്റ് നമ്മൾ ആദ്യം നേടണം. ഇതില്ലാത്തവരെന്താ അള്ളാഹിനെ വെറുതെ ചോദിക്കണേ. അള്ളാഹ് നമുക്ക് ഇഷ്ടംപോലെ പുറത്തു തരും. ഒരു ചെറിയൊരു പ്രശ്നത്തിന് നമ്മുടെ ഒരാൾക്ക് പുറത്തു കൊടുക്കാൻ നമ്മൾ തയ്യാറല്ലെങ്കിൽ പിന്നെ അള്ളാഹിനോട് എനിക്ക് പുറത്തു തന്നെ അള്ളാഹ് സ്വീകരിക്കും. അതുകൊണ്ട് ഇപ്പോ റമദാനിന്റെ ഈ അവസാനത്തെ പത്തിലേക്ക് വരുന്ന സമയത്ത് ഇതാണ് നമ്മുടെ മനസ്സിലുണ്ടാവുന്നത്. എല്ലാ തെറ്റുകളും എന്നിട്ട് എന്ത് ചെയ്യണം? ആ തഖ്വ അഫ്വിലൂടെ നമ്മൾ നേടിയെടുക്കണം. അപ്പൊ തഖ്വന്റെ മുത്തഖീന്റെ അടയാളമാണ് വൽ ആഫീന അനിന്നാസ്, ജനങ്ങൾക്ക് വിട്ടുവീഴ്ച മാപ്പ് കൊടുക്കും എന്നത്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
والعاقبة للمتقين ولا عدوان إلا على الظالمين وصلي وسلم على خاتم الأنبياء والمرسلين نبينا محمد وآله وصحبه أجمعين أما بعد اتقوا الله عباد الله. ഉമ്മാന്റെ ഞാൻ പറഞ്ഞ പോലെ റമദാനിന്റെ അവസാനത്തെ പത്താണ്. ഇബാദത്തുകൾ കൂടുതൽ ചെയ്യേണ്ട സമയമാണ്. നമുക്കൊക്കെ ബിസിനസ് കൂടുന്ന സമയമാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കണം. പൈശാചികമായി നമ്മുടെ ദുനിയാവിലുള്ള താല്പര്യം തോന്നിച്ച് പല ഇബാദത്തൊന്നും പിശാച് നമ്മളെ മുടക്കും. അത് ശ്രദ്ധിക്കണം. അവസാനത്തെ പത്തായ നിബിധങ്ങൾ അരക്കെട്ട് ഉറപ്പിച്ചെടുത്ത് ഭാര്യയെ വിളിച്ചുണർത്തി അതുപോലെ ഇബാദത്തിൽ ശക്തമായി തുടരുന്നത് അവസാനത്തെ പത്തിൽ. കാരണം ബിൽ അഖവാത്തി അവസാനമാണ് ശ്രദ്ധിക്കപ്പെടുക. എല്ലാം അങ്ങനെയാണ്. പന്തളി ആണെങ്കിൽ അതിന്റെ അവസാനം നമ്മൾ നോക്കുക. ഒരു മാച്ചും മത്സരം അവസാനം എങ്ങനെയാണ്? ആദ്യം 4 ഗോളടിച്ചുകൊണ്ട് ജയിക്കൂല. ആദ്യം ഭയങ്കര ഉഷാറായിട്ട് പള്ളിക്കൊക്കെ വന്നുകൂടി നിറഞ്ഞ് കവിഞ്ഞോക്കി അവസാനം ഈ ഇമാം അവിടുത്തെ 4 ആള് മാത്രം ആയാല് പല പള്ളികളിലും കാണുന്ന അവസ്ഥ അങ്ങനെ. അത് പാടില്ല. ഇബാദത്ത് സജീവമാണ്. നബി മാതൃകയാണെങ്കിൽ അങ്ങനെ സജീവമാണ്. ശ്രദ്ധിക്കാം. ഇത്തിക്കാഫ് തന്നെ കഴിയെങ്കിൽ ഇരിക്കാം. ഇത്തിക്കാഫ് എന്ന് പറഞ്ഞാല് ഒതുങ്ങിയിരിക്കാം. ഇബാദത്തിനെ നിയ്യത്ത് വെച്ചിട്ട് ഭജന ഇരിക്കാം. ഇബാദത്തിന്റെ നിയ്യത്ത് വെച്ച് പള്ളിയിൽ ഒഴിഞ്ഞിരിക്കുക. മൊബൈലൊക്കെ ഒഴിവാക്കിയിട്ട് ഒരു എല്ലാ ഷർറൊന്നും മാറി നിന്നുകൊണ്ട് അള്ളാഹിനെ ആരാധിക്കാൻ വേണ്ടി മാത്രം പള്ളിയിലെ ജമായത്തിലും തറാവീഹിലൊക്കെ പങ്കെടുക്കാം. അനാവശ്യമായി പുറത്തു പോകാൻ പാടില്ല. വല്ല മലമൂത്ര വിസർജനത്തിന് വേണ്ടി പോകാം. അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം പുറത്തു പോയിട്ട് പള്ളിയിൽ ഒതുങ്ങിക്കൂടുന്ന ഇത്തിക്കാഫൊക്കെ ഉള്ളത് അവസാനത്തെ പത്തിലാണ്. അതുകൊണ്ട് നമ്മൾ അവസാനത്തെ പത്തിലൊക്കെ ഒന്ന് ഒരുങ്ങി ഇത് അവസാനത്തെ പത്താണെന്നുള്ള ധാരണയിൽ തന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നറിയിക്കുന്നു. കൂട്ടത്തില് നമ്മുടെ കരിങ്ങനാട് സലഫിയ ഓർഫനേജ് അറബി കോളേജ് നമ്മൾ നടത്തുന്ന ഒരു സ്ഥാപനമാണ്. എല്ലാ വർഷവും നമ്മളൊരു കലക്ഷൻ ഈ പള്ളിയിൽ നിന്ന് എടുക്കാറുണ്ട്. ആദ്യമൊക്കെ ഉണ്ടായിരുന്നു. അത് ഇന്നാണ്. മറ്റ് കലക്ഷനൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ സ്ഥാപനത്തിലേക്കുള്ള പലരും ഇൻഡിവിജ്വലായിട്ട് സഹായിക്കുന്ന ധാരാളം ആളുകളുണ്ട്. നമ്മുടെ വളാഞ്ചേരി പള്ളിയിൽ വരുന്നവരുണ്ട്. അപ്പോൾ ഒരു ബക്കറ്റ് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇന്ന് സഹകരിക്കാൻ പറ്റുന്നവരൊക്കെ അതിൽ സഹകരിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الدين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.